ഇന്ന് ഋതുവിനെ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ വിശന്നിട്ട് വയ്യാട്ടോ. വീട്ടിൽ എന്തെങ്കിലും സാധനം ഉണ്ടായാലും അവനതൊന്നും വേണ്ട. പുറത്ത് പോയിട്ട് എന്തെങ്കിലും വാങ്ങി കഴിക്കണം. അവൻ ഏട്ടൻ വരുന്ന കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏട്ടൻ വന്നത്, ഏട്ടൻ ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. ആ വർക്കിംഗ് ഡ്രസ്സിൽ തന്നെ ഏട്ടനെ വിളിച്ചുകൊണ്ട് അവൻ പോവാണ് എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരാൻ പറഞ്ഞിട്ട്. അങ്ങനെ അവർ രണ്ടാളും കൂടി പോയിട്ട് വരുന്നത് രാത്രിയാകുമ്പോഴാണ് കേട്ടോ. എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ കൊണ്ടുവന്നത് എന്തായി, മാൾക്കിസ്റ്റ് ബിസ്ക്കറ്റ്. അവനുണ്ടോ അത് ഇഷ്ടം? അവൻ വലിയ ആളായിട്ട് അതൊക്കെ പൊട്ടിച്ചു കേട്ടോ. എന്നിട്ട് കഴിക്കുകയൊന്നും ചെയ്തില്ല. അത് അവിടെ ഇവിടെയൊക്കെ പൊട്ടിച്ച് വെതറി എനിക്കൊരു പണി ഉണ്ടാക്കി തന്നു. അത് മാത്രമാണ് കേട്ടോ ഈ മാൾക്കിസ്റ്റ് ബിസ്ക്കറ്റ് കൊണ്ട് എനിക്കുണ്ടായ ഒരു ഗുണം. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവന് ഭക്ഷണം കഴിക്കേണ്ട ടൈമായപ്പോൾ ദോശമാവ് ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അവന് ദോശ വേണോ ചോറ് വേണോ ചോദിച്ചപ്പോൾ അവൻ എടുത്തോടെ പറഞ്ഞു എനിക്ക് ദോശ മതിയെന്ന്. എന്നിട്ട് ഞാൻ ദോശ ഉണ്ടാക്കുന്ന സമയമായപ്പോൾ അവൻ പറയുക എനിക്ക് സാധാ റൗണ്ടിലുള്ള ദോശ വേണ്ട, എനിക്ക് ഷേപ്പുള്ള ദോശ മതി. കണ്ണും മൂക്കൊക്കെ വരച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കി കൊടുക്കില്ലേ, അത്. എനിക്കുണ്ടോ അതൊക്കെ ഉണ്ടാക്കാൻ അറിയണേ. എന്നിട്ട് ഞാൻ എൻ്റെ കഴിവ് ഫുള്ള് പുറത്തേക്ക് എടുത്തുട്ടോ. എന്നിട്ടാണ് ഞാൻ എൻ്റെ കുട്ടിക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തത്. പെട്ടുപോയി ഗായ്സ്, എന്ത് ചെയ്യാനാ. അങ്ങനെ ഒരു വിധത്തിൽ എൻ്റെ കഴിവ് ഫുള്ള് പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് അവന് കൊടുത്തുട്ടോ. പക്ഷെ അവനതിൽ തൃപ്തിയൊന്നും ആയിട്ടില്ല കേട്ടോ. എന്നാലേ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അത് അവനെ കഴിപ്പിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗായ്സ്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.